ഒരു ആവശ്യമില്ല. വെറുതെ സാറിന് സമയം പോകും സാർ. സാർ പ്ലീസ് സാർ, വേണ്ടത്. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു സാർ. പ്ലേറ്റ്. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ് വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അമിതമായ മദ്യപാനം മൂലം പാവം പാമ്പിന് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. ഞാൻ പൊക്കോളാം, ഞാൻ തിരിച്ചു പൊക്കോളാം. ക്ലാവ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കോമഡി. അങ്ങോട്ടാ ഗണ്ടിയായിട്ട് കുണ്ടിങ്കുടിക്ക് ശീലൻ അവന്റെ അച്ഛനോടൊപ്പം നെറ്റ്വർക്ക് പ്രോഗ്രാം ചെയ്തു തുടങ്ങി. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ. എന്റെ കല്യാണം തീർന്നു കേട്ടോ. അപ്പൊ ചന്ദ്രപ്പനും സൈനവും ഇപ്പോഴും എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അല്ല, ഇതെടുത്തുണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സ് എന്ന് വിളിക്കാത്ത. ഒരു ഫോറിനേഴ്സ്. എടാ നീയൊക്കെ അമേരിക്ക പോയ പോലെ ഫോറിനേഴ്സ് എന്ന് വിളിക്കണ. ചിലരൊക്കെ ബാക്കിയുണ്ട്. അടുത്തത് ഞാനാണോ നീയാണോ എന്ന് ആർക്കറിയാം. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശരി. ചങ്ങായി സഹായിച്ച നമുക്ക് രക്ഷപ്പെടാം. പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ വർഷം ഞാൻ സക്സസ്ഫുൾ ആയിരിക്കണം. ബിക്കോസ് ഐ ഡിസേർവ് എ ഗുഡ് ലൈഫ്. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് വരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. വിശ്വാസം എന്നല്ല, ഇങ്ങനെ ഊമ്പി തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. എന്ത് വേണം? കുറച്ചു നേരം ആയല്ലോ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിപ്പോ മോൻ മുന്നിൽ നടന്നപ്പോ ഞാൻ പിന്നിലായിപ്പോയതല്ലേ. ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ എന്തിനാ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന? സാറേ ഇവനെ കുഞ്ഞുമാടെ മോനാണ് സാറേ. ഇവനെ അറിയാം, ഇവന്റെ അടുത്ത് ഇദ്ദേഹത്തിനെ അറിയാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യക്തികളാട്ടോ. നീ തങ്ങനെ അറിയോ? തങ്ങൻ ചേർന്നാ ഞങ്ങളെ ഞാനാണോ മോനെ? നീ എന്നെ കണ്ടറാ? അല്ല നമ്മള് കൂറാച്ചുണ്ട്. നീ എന്നെ കണ്ടറാ? നീ നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ. തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ്ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. സിറ്റിയിലുള്ള സിമന്റ് ബ്രിഡ്ജിനേക്കാളൊക്കെ ഇത് ശരിക്കും സ്ട്രോങ് ആ. നിനക്ക് കുറച്ച് വട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നും. നിനക്കാരോടാ ഇത്ര വൈഡീസ് കൊണവറി? അവസാവണോ അതിനപ്പാക്കണോ? ഇവനെ പോലുള്ളവരൊന്നും വളർത്തരുത്. എന്തിനാ പ്രത്യേകിച്ച് വളർത്തുന്നത്? അവൻ വളർന്നോളൂ. ഞാനും പ്രിയയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ്. സാറിങ്ങനെ സംശയിച്ച് ഞങ്ങളുടെ പ്രണയത്തെ കളങ്കപ്പെടുത്തരുത്. പിന്നെ നല്ലൊരു ഗ്രഹണിയും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതേതായാലും നന്നായി. നാട്ടുകാർ മുഴുവൻ നിങ്ങളെ കുറിച്ച് ഒടുക്കത്തെ പ്രതീക്ഷയില്ല. എന്നാലും നിങ്ങൾ സൂക്ഷിക്കണം. എൽഡർ ബ്രദർ ആണെന്നേ പറയുള്ളൂ. പക്ഷേ നല്ല പ്രായമുണ്ട്. ഫുൾ ഡൈയ. അവനിപ്പോഴും മധുരം 17 പ്രായം തോന്നിക്കാത്ത ജന്തു. നമ്മൾക്ക് മാഡത്തിനോട് ഒരു ശത്രുതയുമില്ല. ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ആ കള്ളൻ പത്രോസ് കല്ലെറിഞ്ഞപ്പോൾ നമ്മൾ കൈകൂട്ടി സിറിച്ചാണേ രണ്ടു കൈയും. അയാൾ നമ്മൾ തമ്മിലുള്ള കണക്കുകൾ ഒരിക്കൽ പറഞ്ഞ് അവസാനിപ്പിച്ചതാ. ഇനി അത് തുടങ്ങി വെക്കാനാണ് നിന്റെ പടപ്പുറപ്പാണെങ്കില് ചെറിയ പള്ളി തറവാട്ടിലെ തെക്കേ കണ്ടത് ചിതയൊരുക്കും ഞാൻ. നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക് വരില്ലെന്ന്. നീ ചത്തു കഴിയുമ്പോ രണ്ടിനെയും ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഞാൻ അപ്പനോട് പറഞ്ഞു പോയി വീട്ടിലെത്താന്ന്. ഈ സ്റ്റോറി ഇവിടെ ഇങ്ങനെ അവസാനിക്കുമെന്നാണോ?
ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പൊ വീണ്ടും കാണാം. ഇതാ ടിക്കറ്റ്. മനസ്സിലായില്ലേ? ഇനി നീ ജീവിക്കാൻ പോകുന്ന ജീവിതത്തിലേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു.